നീ നിനക്ക് രാവിലെ എഴുന്നേക്കത്തുമില്ല, സമയം എന്നിട്ട് എത്രയാന്ന് പറയാം. ആരാ വെക്കുന്നേ? നീ തന്നെയല്ലേ? എന്റെ സ്വഭാവം മാറ്റല്ലേ നീ? വേണം എന്തെങ്കിലും എടുത്ത് കഴിച്ചോ. എന്ന് പട്ടിയെ പോലെ കുറെ ഒരു വകവപ്പില്ല നമുക്ക് തന്നെയുണ്ട്. അമ്മ ഇപ്പൊ ബസ് വരും കൊച്ചിന്റെ. രാവിലെ വരും, രാവിലെ വരും, രാവിലെ എണീക്കും എന്ന് പറഞ്ഞു അവൾ എന്തോ അങ്ങ് പറയും. അവിടെ നിൽക്കും. സ്കൂളിൽ പോയാൽ പറ്റും. പോട്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഉപ്പുമാവ് ഇട്ടോണോ സ്കൂളിൽ പോണേ? ഇന്നലെ എടുത്തോണ്ട് പോയിട്ട് കൊച്ചേ ഉമ്മ ഊർന്നില്ല. ഒരു മതി മുടി എത്തിനെ ഇങ്ങനെ ഉണപ്പി വെച്ചേക്കുന്നേ. അത് ചെയ്തല്ലേ അമ്മ? ഇതിനകത്തൊക്കെ എന്താ വെച്ചിട്ടുണ്ട് അമ്മ? ഇതിനകത്തൊക്കെ എന്തൊക്കെ വെച്ചിട്ടുണ്ട്? വാ പറ, എന്തൊക്കെ വെച്ചിട്ടുണ്ട്? ഇത് സമയമുണ്ട്, ചെല്ലാം അങ്ങോട്ട്. സ്നാക്സ് വെച്ചിട്ടുണ്ട്. അതല്ല, പിന്നെ സ്നാക്സിനകത്ത് എന്ത് വെച്ചിട്ടുണ്ട്? ആ സ്നാക്സിനകത്ത് ഇത് വെച്ചിട്ടുണ്ട്, കപ്പവറുത്ത് വെച്ചിട്ടുണ്ട്. കപ്പവറുത്തത് കപ്പവറുത്തത് കപ്പവറുത്ത് വെച്ചിട്ടുണ്ട്. കപ്പവറുത്തും കാരസേവി. കാരസേവ ഇല്ല. ഇല്ല. എടി മോനെ സമയം പോയെന്ന് ചെല്ല. കപ്പവറുത്ത വെച്ചിട്ടുള്ളൂ. പോ ചെല്ലടി. വേറെന്തോ കൂടെ വെച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല അതിനാന്ന്. കലിപ്പിന് അതിനെ വലിക്കണ്ട. നേരത്തെ എണീറ്റിട്ട് എല്ലാം ചെയ്തു വെക്കാനുള്ളതിന്. ടൈം ഡി സമയം സമയം നാരായണ സമയം പോയി. സമയം എണീറ്റ് വന്നിട്ട് ഓരോന്ന് കിടന്ന ബഹളം അവിടെ കിടന്നോണ്ട്. അത് കണ്ടില്ല ഇത് കണ്ടില്ലെന്നും പറഞ്ഞോണ്ട് എന്നിട്ട് ഓടും. ഇത് തന്നെ പരിപാടി. നേരത്തെ എണീറ്റാ പിന്നെ പ്രശ്നമില്ലല്ലോ. പൊട്ടിച്ചതാണോ എന്നൊക്കെ നോക്കണം കേട്ടോ. പൊട്ടിക്കാതെ ഫ്രഷായിട്ട് ഇത് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് മേടിക്കില്ല. പൊട്ടിച്ചതാണെങ്കിൽ മേടിക്കണ്ടേ? വേണ്ടേ? ആ ഫോൺ എടുത്തോ. ഒന്ന് മഴയൊക്കെ മാറി കുറച്ച് തെളിച്ചമൊക്കെ ആയിട്ടുണ്ടല്ലോ. കിരി
എന്നാ പൈപ്പൊക്കെ മേടിച്ചോ? 2 ലോറി പൈപ്പ് പോകുന്നില്ലേ ഇപ്പം? ഓ എന്നാ അങ്ങോട്ടാ? ഇന്നലെ ഒരു മരണം ഉണ്ടായതുകൊണ്ട് അജയൻ ഉച്ചയായപ്പോൾ പോയായിരുന്നു. അപ്പുറത്തെ പറമ്പിലെ പുല്ല് വെട്ട് ഇതുവരെ തീർന്നിട്ടില്ല. ഈ പുല്ലിൻ്റെ വെട്ടുമ്പോൾ ഒരു മണമുണ്ടല്ലോ, അതൊരു ഗുണമില്ല. ഇതിലെവിടെയാണ് ഈ അപ്പുറം വശമുണ്ടല്ലോ, അവിടുത്തെ നല്ല രസം ഇപ്പോൾ കാണാൻ. അവിടെ അങ്ങ് ദൂരെ അവിടുത്തെ മരം വെട്ടിയപ്പം നല്ല ഭംഗി അവിടെ കാണാൻ, അപ്പുറത്തെ മലയിൽ. അവിടെ പുല്ല് വെട്ടി അവിടുത്തെ പാമ്പും പഴുതാരെല്ലാം ഇങ്ങോട്ട് ചാടും.
ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് ടി വി കാണാം. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഉപ്പൻ ഇങ്ങനെ കുത്തി കുത്തി നടക്കും അതിൻ്റെ മണ്ടയിൽ കൂടെ. എന്തിയാണ് ചിലർ പറയാറുണ്ട് ഉപ്പനാ വന്നത്. ആ ചിലർ പറയാറുണ്ട് ഉപ്പൻ വീട്ടിൽ വരുന്നത് വളരെ നല്ലതാണ്, വീടിൻ്റെ പരിസരത്തൊക്കെ കാണുന്നത്. ഇതിവിടെ സ്ഥിരം വർഷങ്ങളായിട്ട് ഇവിടെ സ്ഥിരമുള്ള സാധനമാണ്. എൻ്റെ മണ്ടയിലുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നാനങ്ങും പൊതിച്ചാട് പുല്ല് വെട്ടിട്ടും അതിൻ്റെ മണം കാരണം ഇവിടെ ഇരിക്കത്തില്ല, ഒരു പച്ചപ്പ് മണം. അത് പോയി കേട്ടോ. അതിൻ്റെ മണ്ട എന്തെങ്കിലുമൊക്കെ പുഴുക്കളൊക്കെ കാണും, അതൊക്കെ കൊത്തി 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 അതങ്ങ് കഴിക്കും. ഇവിടെ പിന്നെ ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ ഇഷ്ടംപോലെ സംഭവങ്ങൾ കഴിക്കാൻ കാണും. ഇവിടെ അണ്ണാനും എലിക്കും വെപ്പനും എല്ലാം ഇഷ്ടം പോലെ സാധനമുണ്ട് ഇവിടെ. കാറ്റ് തുടങ്ങി കേട്ടോ, വീണ്ടും കാറ്റ്. അവിടെ ഇത് മൊത്തം വെയിലായിരിക്കും. എന്താ പൊന്നോ, അടിപൊളി. നല്ല കാറ്റ്, നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റ്. അയ്യോ 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 അയ്യോ. എനിക്ക് അമ്മോ സീരിയസ് ആണല്ലോ കാറ്റ്. ഇതൊക്കെ ഒടിഞ്ഞ് വീഴുന്നുണ്ട്. തെങ്ങിൻ്റെ കേട് വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ വല്ല തേങ്ങായും തലയിൽ വീഴും. എൻ്റെ അമ്മേ, ഇത് അവിടെയൊക്കെ പൊട്ട് മച്ച കേൾക്കുന്നു. എന്തുവാ മുള കേട്ടോ. അമ്മേ എന്താണിത്? തുണി എന്തായാലും ഉണങ്ങിക്കാം. സുംബു അന്നോ ഇത് ഞാനിപ്പോൾ ഉണ്ടല്ലോ ഒരു കോഴിക്ക് മാത്രം വിവരം വെച്ചിട്ടുണ്ടേ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോഴി മാത്രമല്ല, ആ നിൽക്കുന്ന കോഴി ഒരിക്കലും കയറത്തില്ല, ബാക്കി എല്ലാ കോഴിയും കയറും. അരി ഇടുമ്പോഴേ കയറും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്ക് വിവരമുണ്ട്, ബാക്കിയുള്ള എല്ലാം മന്ദൂതികളാണ്. അതിനറിയാം പിടിച്ചിട്ട് പൂട്ടിയിടാനാണ്. ഭയങ്കര സാധനം കേട്ടോ. അവൻ മാത്രം, അവനല്ല അവള് മാത്രം കയറൂല. മഴ പെയ്യുന്നുണ്ട്. അയ്യോ, തുണി കിടക്കാം. ചേച്ചി എല്ലാ കിടമതികളും ഉണ്ടാവുന്നു. ഇല്ലാത്ത കിടുടികളെല്ലാം ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ ഇല്ലാതിരിക്കാൻ വഴിയില്ല. ആ സാധനത്തോടെന്ന് തോന്നുന്നു. ഫോണൊക്കെയാണെ പിന്നെ നോക്കായിരുന്നു. ഇതെന്നെ അറിയത്തില്ല ഇതെന്നെ സംഭവം. കുറെ എണ്ണം ഉണ്ട് ഇതിനകത്ത്. ഓക്കെ മേൽപ്പറഞ്ഞ ഉണ്ടല്ലോ അല്ലേ. ഉണ്ട്.
ഈ സംഭവമായിരിക്കുമല്ലോ ഇതായിരിക്കുമല്ലോ അത്. ആ ആണല്ലേ ഇതിൽ കുറവ് വരാൻ ചാൻസ് ഇല്ല. ഇല്ലായിരിക്കും. ആ ഓക്കെ അല്ലേ. കുഴപ്പമൊന്നുമില്ല. ആ ഇല്ലില്ല. OTP. പറയട്ടെ. ഇതിപ്പോ എന്നെ കുറവുണ്ടോ? ഇത് എന്നാന്ന് പോലും എനിക്കറിയാം. ചേച്ചിക്കും അറിയാം. എനിക്ക് ഇത് ഫസ്റ്റ് ടൈം ഇതിലൂടെ ചാത്ത സാധനം. മതി. ചേട്ടൻ എല്ലാം കാണണേ. ഇതിന്റെ റിട്ടേൺ അങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് ഓപ്പൺ ബോക്സ് ആണല്ലേ. മറ്റേ എന്തായാലും റിട്ടേൺ ഇട്ടാൽ മതി പൊക്കോളും. ഓപ്പൺ ബോക്സിന്റെ റിട്ടേൺ എങ്ങനെയാണ്? അതിന് OTP പറഞ്ഞു. 81 58 00. ഓക്കെ അല്ലേ. എൻ്റെ അമ്മ ആ പയ്യൻ പറഞ്ഞ പോലെ അതിനകത്ത് എന്തൊക്കെ സാധനം ഉള്ളതെന്നുള്ളതിനകത്തോട്ട് നമുക്കറിയില്ലല്ലോ. അല്ല ചേട്ടാ അതിനകത്ത് കാണിച്ച സാധനങ്ങൾ ഏകദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുമല്ല ഉണ്ട്. എന്തായാലും അങ്ങനെ ചേട്ടായുടെ ക്യാമറ വന്നു. ഇത് വിധി ഇത് അമ്മച്ചി. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അതുപോലെ തന്നെ അങ്ങോട്ട് മടക്കി വെച്ച് അങ്ങ് വെച്ചേക്കുക. ഓക്കെ. ഇങ്ങനെയുള്ള സാധനമൊക്കെ ചേട്ടാ എന്തെങ്കിലും വെപ്രാളമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറയാതെ ഫോണൊക്കെ ആണെങ്കിൽ നമുക്കറിയാം. ഓക്കെ പുതിയ ക്യാമറ വന്നു. ഞാൻ ഫോണെന്ന് പറഞ്ഞിരിക്കുക എന്താണെന്ന് ആലോചിക്കുക. ഞാനേ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഒന്നും മനസ്സിലായില്ല. എനിക്ക് എൻ്റെ ബോധം പോയി. ഫോണാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞിട്ടിരിക്കുക. എവിടെ വെക്കുന്നേ? ശാമ്പു ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവെക്കണ്ട. ഇവിടെ വെച്ചാൽ അത് വരികയില്ല. ഇവിടെ ഇങ്ങനെ വെച്ചാൽ ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇത് ഫോണാണെന്ന് പറഞ്ഞിരിക്കും. ഫോണാണല്ലേ. പിന്നെ എടുത്തെടുത്തേ ചോദിച്ചിട്ടും അങ്ങോട്ട് ക്ലിക്കാവുന്നില്ല. അപ്പോൾ അയ്യോ ഫോണല്ലേ ക്യാമറയാണ്. അങ്ങനെ അത് കഴിഞ്ഞു. സമയം എത്രയാണ് ആദ്യം പോയി നോക്കട്ടെ. അത്രേ 3:34 4:34. ഒരു 5:30 ആകുമ്പോഴേക്കും ഷാമ്പു പിടിക്കാൻ വേണ്ടി പോകാം.
ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ. നാരായണി വന്ന് കയറി ഉടനെ മഴയും പെയ്തു. ഇപ്പം ശാമ്പവി വരാൻ നേരത്തായിരിക്കും മഴ. ഇതിപ്പോൾ പോവായിരിക്കും. പോയാൽ കൊള്ളാം. പക്ഷെ കൊച്ചു വരാറാകുമ്പോഴേക്കും മഴയാണ്, എന്നെ പാടാണ്. ശാമ്പു വിളിക്കാൻ പോട്ടെ. ഇത്ര നേരമില്ല, ഒരു 4 മണി വരെ നല്ല മഴയായിരുന്നു, അല്ല വെയിലായിരുന്നു. അവളാണെങ്കിൽ ഇറങ്ങി വരാൻ കയറി വരാൻ ഭയങ്കര മടിയാണ് അവൾക്ക്. അവൾ ചുമ്മാ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കും. കയറി വരികയല്ല, എന്ത് ചെയ്താൽ ഓരോ വീട്ടിലോട്ടും കൂടെ കയറാൻ വേണ്ടി പോവാം. എന്നെ പേടിപ്പിക്കുമോ, ഇങ്ങനെ പോകുന്ന പോലെയൊക്കെ കാണിക്കുമോ എനിക്കറിയത്തില്ല. എന്നൊക്കെ പരിപാടിയാണെന്നുള്ളൂ. എൻ്റെ അടുത്തേ ഉള്ളൂ, നാരായണ അടുത്തും ഇല്ല, ചേട്ടൻ അടുത്തും ഇല്ല. രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണേലും ഉച്ചയായപ്പോൾ തൊട്ട് മഴയാണ്. വലിയത് മാത്രം കൊണ്ടുവച്ചാൽ മതി, അതൊന്ന് വെച്ച് വെട്ടി കൊടുത്താൽ മതി. ഇതിവിടെ ഇരിക്കട്ടെ, ഇത് ഞങ്ങൾ തന്നെ ജീവി ഇവിടെ വെച്ചേക്കാം. ബാ ഒരു മൂരിക്കളാവ് നിൽക്കുന്നുണ്ട്. മൂരിക്കളാവ് ഇതാ ഇവിടെ ബൈക്കാൻ നോക്കുക. ചന്ദനത്തരിയൊന്നും അല്ലല്ലോ അല്ലേ, കറുവാട കമ്പുമായിട്ട് പോവുക. കുപ്പിയോ? എന്തിനാ കുപ്പി? ബാ നമുക്ക് വീടോട്ട് പോകാം. ഏത് കുപ്പിയാടാ? വെള്ളക്കുപ്പിയോ? വെള്ളക്കുപ്പിയൊക്കെ വീട്ടിൽ ചെന്നിട്ട് എടുക്കാറോ? അത് ചുമ്മാ കൊട. ഞാൻ മഴ പെയ്യുവാണെങ്കിൽ കൊട കൊട വെള്ളക്കുപ്പി ഇതിനകത്തൊന്നും ഇല്ല, ഇച്ചിരി വെള്ളമല്ലേ ഉള്ളൂ. കളയാൻ വേണ്ടിയാ വെള്ളം, ഞാൻ കളഞ്ഞോളാം, വീട്ടിൽ കളഞ്ഞോളാം.
കഴിക്കാനോ? രാവിലെ എന്താ കഴിച്ചേ കൊച്ചെ? ഉപ്പാവല്ലേ? എന്നെ എടുക്കുമല്ലേ? എടുക്കാം. ആ എടുക്കാൻ മാത്രം പറയരുത്. കുഞ്ഞു വാവേ, വലിയ വാവയല്ലേ? ബാ, മിടുക്കേട് നടക്കുമെന്ന് ഞാൻ നോക്കട്ടെ. മിടുക്കേട് നടക്കുമെന്ന് ഞാൻ നോക്കട്ടെ. എടുക്കാനൊന്നും പറ്റത്തില്ല. മടുത്തുണ്ടോ കൊച്ചെ? മടുത്തോടി. 2 മണിക്കൂറല്ലേ? അയ്യോ 4 മണിക്ക്. അമ്മേ ഞാൻ വീടും. ബാ ബാ. ഇതെന്നെ തുപ്പൽ പതിപ്പിച്ചേ. പൊക്കെ ചന്ദനോ? മരിയയുടെ ബർത്ത്ഡേ എന്ന് മരിയ പറഞ്ഞോ? ആ ബർത്ത്ഡേ. ആ ബാ. നാളെ ക്ലാസ് ഇല്ലെന്ന് അറിയത്തില്ലേ? എടുക്കെടുക്കുന്നു പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അലമുണ്ടായിക്കൊണ്ടിരിക്കുക. അവിടെ മനുഷ്യന് നേരെ തന്നെ നടക്കാൻ വയ്യ. അതിൻ്റെ കൂടെ ഈ കയറ്റം കയറാൻ വയ്യ. അപ്പം ഏത് സ്ഥലം? ഇതോടോ? അത് മുണ്ടൊക്കെ. പിന്നെ വേങ്ങക്കുന്നെന്ന് പറയും. ആ മലയാണോ മല? ആ മല വേങ്ങക്കുന്നെന്ന് പറയും. വേങ്ങക്കുന്നില് ഞാൻ അങ്ങനെ പോയിട്ടൊന്നുമില്ല. പിന്നെ പോയിട്ടുണ്ട്. ഉണ്ട്. അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, ഒരു മുരുകന്റെ അമ്പലം. അവിടെ ഞാൻ എല്ലാ ഞായറാഴ്ചയും വിളക്ക് പൂജ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒത്തിരി നാളായി ഞാൻ പോയിട്ട്. കുറേ നാളായി. അന്ന് ഇവിടുന്ന് കൂട്ടുണ്ടായിരുന്നു എനിക്ക് പോകാൻ. ഇപ്പം പിന്നെ പോയില്ലായിരുന്നു. അങ്ങോട്ട് നോക്കിയിട്ട് എല്ലാ പണിയൊന്നും കണ്ടോടി. അതെന്നാ സംഭവം? ആ ശ്യാമളമ്മ വരുവാണെങ്കിലല്ലേ? ശ്യാമളമ്മ ഇന്ന് സ്കൂളിൽ എന്നായിരുന്നു കറി? ചോറിന് എന്നായിരുന്നു? തക്കാളിക്കറിയായിരുന്നോ? കടലക്കറിയോ? ഇത് മുഖത്തെല്ലാം കുരുക്കള്. എന്താ കുഞ്ഞേ? അങ്ങോട്ടല്ല പോണ്ട, നേരെ ഇങ്ങോട്ടാ. അറിയത്തില്ലാത്ത കൊണ്ടൊന്നും അല്ലല്ലോ. ചുമ്മാ എന്നെ അങ്ങ് പറ്റിക്കാൻ. എടുക്കാനൊന്നും വയ്യ കുഞ്ഞേ. ഒന്ന് പോയേ. പിന്നെ നേരെ നടക്കാൻ വയ്യതിനാണ് എടുക്കാന്. വാപ്പോ വീട്ടിൽ പോ. അവള് നോക്കി ഇപ്പോൾ നാരായണി. പിന്നെ പോടി വേണേന്ന് പോ. ഇപ്പൊ പുതിയൊരു എടുപ്പ് ഇവരായിട്ട് ഉണങ്ങിയതാ. ഇപ്പൊ എടുപ്പ് ഓടണ്ട, പതിയെ നടന്നു പോയാൽ മതി. അവിടെയൊക്കെ തെന്നുന്നുണ്ട്. ആ തോരൻ ക്ലോറിൻ. അയ്യാ എന്നാണോ ഇതിന്റെ പേപ്പറിൽ അലുത്ത് പോയി കൂടെ ആണോ? ആ അത് അലുക്കും. അത് എന്നോട് ഇന്നലെ മേടിക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് ചൂളം ഓടിപ്പോയി പോന്നു. ഒരു ഷാളിന് അവിടെ എങ്ങാണ്ട് ഷാളിന്റെ പുറത്ത് തന്നെ പേപ്പർ. ആ ഷാളിലെ കളർ മൊത്തം പോയി. ആണോ? പിന്നെ തുണി ദ്രവിച്ചു പോയി. ആ പച്ച ഷാൾ. ആ അതോ? ആ വെള്ള കളറായി. അത്ര പോലെ ഒരു ശകലം ഇട്ടാൽ മതി. അത്രയൊന്നും ഇടരുത്. ഇല്ലില്ല ഇതുള്ളു. പോവാണേ. അവളല്ലേ അങ്ങോട്ട് കയറും. ഇടുവേ അവിടെ തെന്നുന്നുണ്ട്. ഓ ഞാനൊന്നും അവിടെ അനക്കുന്ന പോലും ഇല്ല. ഓ ഡേ അവിടെ നിന്നേ. ഇനിയും പോക്കോ. ഇനിയും പോകരുത്. നേരെ വീട്ടിൽ പോക്കോ. സൗവർണിക തങ്ങളിൽ കൃപാകരി മൂകാംബികാ ദേവി
ഞാൻ വരട്ടെ. ശ്വാസം വിട്ടുന്നതിന് കുഴപ്പമുണ്ടോ? ശ്വാസം വിട്ടോടെ. വലിയ വാവയായില്ല മതി. ആര് വലിയ വാവ? രണ്ട്. ചാത്തന്നറ കൂട്ടുന്നത് ഇവിടെ ഇപ്പം വേറെങ്ങനെ പണിക്ക് പോകുന്നുണ്ട്. ഞാൻ ഇന്നലെ അടുത്തോട് എറണാകുളത്താ. ഷാമ്പൂ വന്ന് കയറി ഉടനെ വിളക്ക് കത്തിച്ചാ സമയമാവും. 6:20 ഞങ്ങൾ വന്നപ്പോൾ.
എന്നാ വെച്ച് വെള്ളം ഒഴിച്ചെടുത്ത് വെച്ചേ. ചായ കുടിച്ചോ? ചായ വെച്ചിട്ടുണ്ടോ? ചൂടുണ്ടോ? ചൂടാക്കി താടി. നേരത്തെ വരാൻ പണിക്ക് പോയതാണ്, ടൂർ പോയതല്ല. കൊറിയറോ? ഇതാണോ? ആ നോക്കാം. പുതിയ ക്യാമറയാണ്, നാളെ തൊട്ട് വീഡിയോ എടുക്കാം.